ഇന്ന് ഈ കഥയിൽ പറയാൻ പോകുന്ന പ്രധാന കാര്യങ്ങൾ. ആരാണ് മഹാബലി? മഹാദേവനും മഹാബലിയുമായിട്ടുള്ള ബന്ധം എന്താണ്? ആരാണ് കുമ്മാട്ടികൾ? കുമ്മാട്ടിയും മഹാബലിയുമായി എന്താണ് ബന്ധം? എന്തിനാണ് ഓണത്തിന് കുമ്മാട്ടികൾ വരുന്നത്? മഹാബലി ഇപ്പോൾ എവിടെയാണ്? ചെയ്ത തെറ്റിന് എന്ത് പരിഹാരമാണ് വിഷ്ണു ചെയ്തത്? നമഃ ശിവായ. പുരാണങ്ങളിൽ മഹാബലി ഒരു അസുരരാജാവായി മാത്രം രേഖപ്പെടുത്തിയിട്ടില്ല. ധർമ്മം, സത്യനിഷ്ഠ, ദാനശീലം എന്നിവയെ രാജകീയ ആയുധങ്ങളാക്കി ഭരിച്ച ഒരു അപൂർവ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ബലിയുടെ രാജ്യത്ത് പ്രജകൾ ഭയമില്ലാതെ ജീവിച്ചു. സമത്വവും നീതിയും ഭരണത്തിന്റെ അടിസ്ഥാനം ആയിരുന്നു. ഈ ധാർമ്മിക ഭരണമാണ് മഹാബലിയെ ലോകക്രമത്തെ തന്നെ സ്വാധീനിക്കുന്ന ശക്തിയായി ഉയർത്തിയത്. മഹാബലി ഒരു മഹാശിവഭക്തനുമായിരുന്നു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മഹാബലി ഒരിക്കലും മഹാദേവനോട് സംരക്ഷണമോ സഹായമോ അഭ്യർത്ഥിച്ചിട്ടില്ല. അദ്ദേഹം തപസ്സു ചെയ്തതും ധർമ്മം പാലിച്ചതും ഏതെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചല്ല. അത് തന്റെ കടമയായി, തന്റെ ജീവിതധർമ്മമായി കണ്ടുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. ഈ നിസ്വാർത്ഥ ധർമ്മനിഷ്ഠയിലാണ് മഹാദേവൻ പ്രസന്നനായത്. അഭ്യർത്ഥന ഇല്ലാതെയായിരുന്നു മഹാദേവന്റെ അനുഗ്രഹം. ബലി ചോദിക്കാതെയും മഹാദേവൻ നൽകിയ സംരക്ഷണമാണ് കുമ്മാട്ടികൾ. ശിവഭൂതഗണങ്ങളായ ഈ കുമ്മാട്ടികൾ ദൈവിക കാവലാളുകളായി മാറി. അവർ മഹാബലിയെ ചുറ്റി അദൃശ്യമായി നിലകൊണ്ടു. ഭഗവാൻ ചിന്തിക്കുന്നത് ഭക്തന്റെ സന്തോഷത്തെ. മഹാദേവൻ ഭക്തനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നു. അവന്റെ സന്തോഷവും ദുഃഖവും ആശങ്കകളും മനസ്സിലാക്കുന്നു. ഭക്തനും മഹാദേവനും തമ്മിൽ പരസ്പരം ഒരു നല്ല ബന്ധം സൃഷ്ടിക്കപ്പെടുന്നു. ഈ ബന്ധം ജീവിതത്തെ നല്ല അനുഭവങ്ങളിലേക്ക് നയിക്കുന്നു. കുമ്മാട്ടികളുടെ ദൗത്യം വളരെ വ്യക്തമായിരുന്നു. ദുഷ്ടശക്തികളെ തിരിച്ചറിയുക എന്നതാണ് അവരുടെ ആദ്യ ചുമതല. അനീതിയോടെ വരുന്നവരെ തടയുക എന്നതായിരുന്നു രണ്ടാമത്തെ ദൗത്യം. രാജാവിനെ എല്ലായ്പ്പോഴും അദൃശ്യമായി സംരക്ഷിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ഈ ദൈവിക കാവലാണ് മഹാബലിയെ മറ്റെല്ലാവരിലും വ്യത്യസ്തനാക്കിയത്. ഈ അഭ്യർത്ഥനരഹിത അനുഗ്രഹമാണ് മഹാബലിയെ അജയനാക്കിയത്. യുദ്ധത്തിലൂടെയോ ആയുധങ്ങളിലൂടെയോ അദ്ദേഹം തോൽപ്പിക്കപ്പെടാൻ സാധ്യമല്ല. ദേവേന്ദ്രനോ മറ്റാർക്കുമോ ഇത് ചെയ്യാൻ കഴിയില്ല. കുമ്മാട്ടികളുടെ കാവൽ നിലനിൽക്കുന്നിടത്തോളം കാലം ബലി സുരക്ഷിതനായിരുന്നു. അതിനാൽ മഹാബലിയെ നേരിട്ട് ആക്രമിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. ദേവന്മാർക്ക് മഹാബലിയെ നേരിട്ട് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായി. അതിനാൽ അവർ ശക്തിയെ നേരിടാൻ ശ്രമിച്ചില്ല, മറിച്ച് ധർമ്മത്തെ തന്നെ പരീക്ഷിക്കുന്ന ഒരു തന്ത്രം അവർ തിരഞ്ഞെടുത്തു. ഈ തന്ത്രമാണ് വാമനാവതാരത്തിലേക്ക് നയിച്ചത്. അങ്ങനെയാണ് മഹാവിഷ്ണു വാമനാവതാരം സ്വീകരിച്ചത്. കാരണമില്ലാതെ ഭക്തനെ ഉപദ്രവിച്ചാൽ മഹാദേവൻ നോക്കി നിൽക്കില്ല എന്ന് വിഷ്ണുവിന് നന്നായി അറിയാം. അതിനാൽ അദ്ദേഹത്തിന്റെ ദാനശീലവും വാക്കിന്റെ ശക്തിയും ഉപയോഗിച്ച് ദേവേന്ദ്രനെ സഹായിക്കാനായിരുന്നു പദ്ധതി. ഒരു കൊച്ചു ബ്രാഹ്മണ ബാലനായി വാമനൻ ഭൂമിയിൽ എത്തി. വിനയത്തോടും ഭക്തിയോടും കൂടി അദ്ദേഹം നടന്നു. കുമ്മാട്ടികൾക്ക് അദ്ദേഹത്തിൽ ആക്രമണ ഉദ്ദേശം കണ്ടില്ല. ആയുധങ്ങളോടെ വരുന്ന ശത്രുക്കളെ തടയാൻ സന്നദ്ധരായിരുന്ന കുമ്മാട്ടികൾ ധർമ്മത്തിന്റെ രൂപമായി വന്ന വാമനനെ തടഞ്ഞില്ല. വാമനൻ യാഗസ്ഥലത്തിനു സമീപം സഹായം ചോദിച്ചുവന്നപ്പോൾ ഗുരു ബലിക്ക് മുന്നറിയിപ്പ് നൽകി. ഇവൻ വിഷ്ണു ആണ്, പ്രാർത്ഥനാലയത്തിൽ നിന്നും നീ നീങ്ങരുത്. ബലി മറുപടി പറഞ്ഞു, അവൻ എന്റെ രാജ്യത്തിൽ ഒരു ഭിക്ഷു ആയിട്ടാണ് വന്നത്. രാജാവായ ഞാൻ അവനെ സഹായിക്കേണ്ടതാണ്. അത് എന്റെ ഉത്തരവാദിത്വമാണ്. വിഷ്ണുവായാലും എനിക്ക് ഇത് ചെയ്യണം. രാജാവ് തന്റെ പ്രജകളെ സംരക്ഷിക്കേണ്ടവനാണ്. അതിനാൽ എനിക്ക് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. വാമനൻ 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ മഹാബലി തന്റെ വാഗ്ദാനം പാലിച്ചു. ഇത് ബലിയുടെ സ്വമേധയുള്ള തീരുമാനം ആയിരുന്നു. വാമനൻ വിശ്വരൂപം കൈക്കൊണ്ട് ലോകം അളക്കുമ്പോഴും കുമ്മാട്ടികൾക്ക് ഇടപെടാൻ സാധിച്ചില്ല. കാരണം അത് ബലി തന്ന വാക്ക് ആയിരുന്നു. ഇവിടെ കുമ്മാട്ടികൾ ശത്രുവിനോട് തോറ്റില്ല, അവർ ധർമ്മത്തോട് വഴങ്ങി. അവസാനം മഹാബലി പാതാളത്തിലേക്ക് പോയപ്പോൾ പോലും കുമ്മാട്ടികളുടെ സേവനം അവസാനിച്ചില്ല. അവർ തന്റെ പ്രിയപ്പെട്ട രാജാവിനൊപ്പം പാതാളത്തിലേക്കും പോയി. യാതൊരു തെറ്റും ചെയ്യാത്ത ഒരു രാജാവിനെ പാതാളത്തിലേക്ക് അയച്ച ആ തെറ്റിന് പരിഹാരമായി മഹാവിഷ്ണു ബലിക്ക് ചിരഞ്ജീവി പദവിയും അടുത്ത ഇന്ദ്രപദവിയും വാഗ്ദാനം ചെയ്തു. കൂടാതെ ചിരഞ്ജീവിയായ ബലി പാതാളത്തിൽ വസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൊട്ടാരവാതിൽ കാക്കുന്ന കാവൽക്കാരനായി വിഷ്ണു തന്നെ സ്വയം മാറി.
മഹാബലി പാതാളത്തിൽ പോയെങ്കിലും താമസിക്കുന്നത് സുതല എന്ന സ്ഥലത്താണ്. സ്വർഗത്തിനോട് കിടപിടിക്കുന്ന സ്ഥലമാണ് സുതല. ഭഗവാൻ വിഷ്ണു ബലിയുടെ കാവൽക്കാരനായപ്പോൾ മഹാദേവൻ തന്റെ ഭൂതഗണങ്ങളെ അദ്ദേഹത്തിന്റെ അദൃശ്യ സംരക്ഷകരായി നൽകി. അങ്ങനെ ഹരിയുടെയും ഹരന്റെയും ഒരുപോലെ സംരക്ഷണം ലഭിച്ച ഏക അസുരരാജാവായി മഹാബലി മാറി. ഇവിടെയാണ് മഹാദേവൻ മറ്റുള്ള ദൈവങ്ങളിൽ നിന്നും വ്യത്യസ്തനാകുന്നത്. വിഷ്ണുവിന്റെ കാവൽ ഉണ്ടാകുമെങ്കിലും ഭഗവാൻ ഭക്തനെ കൈയൊഴിയുകയില്ല. കുമ്മാട്ടികളെ അദ്ദേഹം തന്റെ ഭക്തന്റെ അദൃശ്യ കാവൽക്കാരായി നിയമിച്ചു. വർഷത്തിലൊരിക്കൽ മഹാബലി ഭൂമിയിലേക്ക് വരുമ്പോൾ വഴിയിൽ തടസ്സങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ, ദുഷ്ടശക്തികളെ അകറ്റാൻ, ഭൂമിയെ ശുദ്ധീകരിക്കാൻ കുമ്മാട്ടികൾ മുൻകൂട്ടി ഭൂമിയിലെത്തുന്നു. ഇതാണ് ഓണക്കാലത്തെ കുമ്മാട്ടികളുടെ പിന്നിലെ വിശ്വാസം. മഹാബലി എത്തുന്നതിന് മുൻപേ കുമ്മാട്ടികൾ വീടുകളിൽ എത്തുന്നു. അവർ വേഷം മാറിവരുന്നു. പച്ചിലകൾ കൊണ്ട് ശരീരം മറച്ചിരിക്കും. മുഖം മൂടികൾ ധരിച്ചായിരിക്കും. ഇത് അദൃശ്യ സംരക്ഷണത്തിന്റെ അടയാളങ്ങളാണ്. കുമ്മാട്ടികൾ വെറും കലാകാരന്മാരല്ല. അവർ മഹാബലിയുടെ അദൃശ്യ അംഗരക്ഷകർ ആണ്. അവർ മഹാദേവന്റെ ശിവഭൂതഗണങ്ങൾ ആണ്. ധർമ്മം അഭ്യർത്ഥന ഇല്ലാതെയും കാവൽ ലഭിക്കുന്നുവെന്ന സത്യത്തിന്റെ പ്രതീകമാണ് അവർ. ഇതാണ് കുമ്മാട്ടികളുടെ യഥാർത്ഥ അർത്ഥം. കുമ്മാട്ടിക്കളിയിലെ മുഖംമൂടികളും വേഷങ്ങളും ശബ്ദങ്ങളും ഈ പുരാണസ്മരണയുടെ ദൃശ്യാവതാരങ്ങളാണ്. അങ്ങനെ ഓണം വെറും ഒരു ആഘോഷമല്ല. അത് ധർമ്മത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ദാനത്തിന്റെ മഹത്വം പഠിപ്പിക്കുന്ന കാലമാണ്. സംരക്ഷണം ദൈവികമാണെന്ന വിശ്വാസത്തിന്റെ സ്മരണാചരണമാണ് ഓണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഏറ്റുമാനൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു.